അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ കുറേ ദിവസമായിട്ട് കാര്യമായിട്ട് ക്ലീനിങ് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യലില്ല. ഒക്കെ കുക്കിങ്ങും പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ ക്ലീനിങ് ഒക്കെ ആയിട്ട് അങ്ങനെ പോവുക. ഇന്ന് മൊത്തമായിട്ട് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. തുടക്കം തന്നെ മുറ്റടിച്ചു വാരിയിട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങണ വരെ മഴന്റെ യാതൊരുവിധ ലക്ഷണാശുതികളൊന്നും ഉണ്ടായില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്ക് മഴക്ക് ഇങ്ങോട്ട് തുടങ്ങിയിരിക്കണ ഒരു അസ്ഥിത. ആ ഷീറ്റ് അവിടെ വിരിച്ചിട്ട് എന്താ വെച്ചാൽ അവിടെ കുറച്ച് മണലുണ്ട് കേട്ടോ. അപ്പം അത് ഒലിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടതാണേ. ബാക്കി ഇവിടെ കുറച്ചും കൂടി അടിച്ചു വരാനുണ്ട്. മൊത്തമായിട്ട് എല്ലാ ഭാഗമൊന്നും അടിച്ചു വരാനില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അധികമായിട്ട് ചമ്മലെല്ലോടൊന്ന് ഒതുക്കി പറക്കി ഒക്കെ ഒന്ന് കളയുക, അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. അതിനെന്നെ മഴ സമ്മതിക്കണമില്ല. മഴക്കാണെങ്കിൽ ഞാനങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ജാതി ഒരു ഇത്. അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് ഓടിക്കയറി, പിന്നൊന്ന് മഴ പോയപ്പോൾ വീണ്ടും ഇറങ്ങി. അങ്ങനെ അതൊന്ന് അടിച്ച് മുഴുവനാക്കി വന്നപ്പോഴത്തേന് ഇതാ വീണ്ടും മഴ. ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇല എന്താ വെച്ചാൽ KCB-കാരൊന്ന് ലൈൻ വെട്ടാൻ വന്നപ്പോൾ ഒരു കമ്പ് ഒടിച്ചിട്ടിട്ടുള്ളൂ ഇനി കേട്ടോ. അതവിടെ നിന്ന് ഉണങ്ങി അതിൻ്റെ ഇലകളൊക്കെ ചാടി അങ്ങനെ അവിടെ ഇതായതാണേ. കുറേ ദിവസമായിട്ട് മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അയൽവക്കക്കാരത്തിന് ചോദിക്കേനി തൊട്ടപ്പുറത്തെ മുന്നത്തെ നമ്മൾ പേരിൻ്റെ തൊട്ട് ഓപ്പോസിറ്റില്ല ആ പെരീത്തെ താത്ത ചോദിക്കേനിച്ച് ഇവിടെ 2 ദിവസമായിട്ട് ഇല്ല ഇനിയൊന്നും. അതിനെങ്ങനെയാ മഴ പെയ്താൽ അത്യാവശ്യങ്ങൾക്കല്ലാതെ ഞാൻ മാളത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങൂല. പിന്നെങ്ങനെ എന്നെ കാണുക? കുറച്ച് ദിവസമായിട്ട് ഉപ്പിന്റെയും പഞ്ചസാരന്റെയും കുപ്പികളൊന്നും കഴുകിയിട്ടില്ല. ഇതിനിങ്ങനെ ഒരു വാഷർ ഉണ്ടെങ്കിലും അത് പെടലില്ല എന്നാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അടച്ചും തുറന്നും കാണിച്ചു തന്നത്. ആ ഒരു വാഷർ ഉണ്ടെങ്കിൽ ഇത് അടക്കാനും ഊരാനൊക്കെ ഭയങ്കര ടൈറ്റ് ആയിക്കാരം. ഇതിപ്പോ ഒരു ഉപ്പും കുപ്പിയല്ലേ, അപ്പൊ അതിന് അത്രയ്ക്ക് ഇങ്ങോട്ട് ടൈറ്റ് ആയിട്ടുള്ള വാഷർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വാഷർ ഊരിയിട്ടിരിക്കാണ് കേട്ടോ. ഉപ്പ് നമുക്ക് എപ്പോഴും തുറക്കേണ്ടി അടക്കേണ്ടി ആവശ്യം വരുന്ന സാധനമാണല്ലോ. ഉപ്പിന്റെ ഈ സെയിം ബോട്ടിലിന്റെ ലിങ്ക് ഒന്നും കിട്ടാനില്ല. ഇതിന്റെ വേറെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഇതേപോലെ തന്നെ വുഡന്റെ ലിഡൊക്കെ ആയിട്ടുള്ള ഉപ്പ് ഭരണി ഉണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വുഡൻ ലിഡ് ആയാലും ഇങ്ങനെ പെട്ടെന്നൊന്നും വെള്ളം ഉപ്പ് അലിയണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇത് മക്കളെല്ലാവരും നനഞ്ഞ കൈയൊക്കെ വെച്ചിട്ട് തുറക്കുമ്പോൾ അങ്ങനെയാണ് ആ അടപ്പും അങ്ങനെ വെള്ളത്തിന്റെ ഇതായത് കേട്ടോ. പിന്നെ ഉപ്പാകുമ്പോൾ ചെറുതായിട്ട് അലിയുമല്ലോ. പിന്നെ അത് ഫുള്ള് കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് കേകി വൃത്തിയാക്കി വെച്ചു. ചിലരൊക്കെ എന്നോട് കമന്റ് ഇട്ട് ചോദിക്കലുണ്ട് ഇങ്ങൾക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നുള്ളത്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പത്തിലേ ഈ ക്ലീനിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യം ഇനി കേട്ടോ. കാരണം പെരീത്തെ ഈ ഒരു നീയക്കുട്ടിൻ്റെ ആ ഒരു പ്രായം ആയപ്പോൾ മുതൽ തന്നെ ഒരുവിധം എല്ലാ വീട്ടുജോലികളും ഞാൻ ചെയ്യും കേട്ടോ. ചോറ് കറിയില്ലാത്ത ബാക്കിയുള്ള അടിച്ചു വാരല്, തുടക്കല്, പുസ്തകങ്ങൾ അടുക്കി വെക്കല്, ഡ്രസ്സുകൾ മടക്കി വൃത്തിയാക്കി വെക്കല്, അങ്ങനത്തതൊക്കെ ഞാൻ സ്കൂളിൽ ലീവ് ദിവസവും അങ്ങനെയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ആദ്യമേ ആ ഒരു ക്ലീനിങ്ങിനോട് ചെറിയ താല്പര്യം ഉണ്ടായിനി. പിന്നെ ഇമ്മ എപ്പോഴും പെരയിലുണ്ടാവൂല. കാരണം ഇപ്പം അല്ലാത്തതുകൊണ്ട് ഉമ്മയാണ് പണിക്കുക. അപ്പം പിന്നെ പുരക്കാരത്തി ഞാനാകുമല്ലോ. അങ്ങനെ പിന്നെ കീഴ്പ്പെട്ടില്ല 2 അനിയന്മാരെ ഓല നോക്കലും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. അതേപോലെ തന്നെ ഓലെ കുളിപ്പിക്കലും കാര്യങ്ങളും ഓലെ ഡ്രസ്സ് അലക്കലും ഒരുവിധം പണികളൊക്കെ ഞാൻ ചെയ്തീനി. അന്ന് ഉമ്മ എന്നെ അതിന് അയക്കൊന്നുമില്ലെങ്കിലും ഇമ്മാനെ കാണാതെ ഞാൻ എല്ലാം ചെയ്യും. ഇമ്മ വരുമ്പോഴത്തേന് ഒരുവിധം പണികളൊക്കെ റെഡിയാക്കി. ഇനി നമുക്ക് കുറച്ച് ദിവസമായിട്ട് അട്ടത്ത് റെസ്റ്റ് ഇരിക്കുന്ന ഒരാളെ ഇങ്ങോട്ട് താഴത്ത് കയറിക്കാം. ഒരൊറ്റ വീഡിയോ ചെയ്തിട്ട് ഞാനിവനെ അട്ടത്ത് കയറ്റി വെച്ചതാണ് കേട്ടോ. ഈ ഇലക്ട്രിക്കിന്റെ സംഗതികളൊക്കെ ഈ അഗാരോന്റെ ഒക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതിന് കറണ്ട് ബില്ല് കൂടുതലാവുണ്ടോ എന്നുള്ളത്. ഇതൊന്നും ഡെയിലി ഞാൻ യൂസ് ചെയ്യലില്ല. അത് കെറ്റിലായാലും എഗ് ബോയിലർ ആയാലും ഡെയിലി ഒന്നും ഞാൻ യൂസ് ചെയ്യലില്ല. എന്നാൽ ഇടയ്ക്ക് ആവശ്യമാകുമ്പോൾ എടുക്കലും ഉണ്ട്. ഡെയിലി എല്ലാതും അതിൽ കുക്ക് ചെയ്യുമ്പോഴാണല്ലോ കറണ്ട് ബില്ല് വരിക. അപ്പം നമ്മൾ ഗ്യാസ് ആവുമ്പോൾ തന്നെ കറണ്ട് ബില്ല് ആവും അങ്ങനെ. അപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് കറണ്ട് ബില്ല് ആവണ മാതിരിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത് വാക്യൂം ക്ലീനറാണേ. ഇത് ശരിക്കും മാറാല തട്ടാനൊന്നല്ല ഉപയോഗിക്കുക. ഞാൻ ഈ മാറാലൊക്കെ വലിച്ചെടുക്കണേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാല് സോഫ ഉണ്ടല്ലോ അതിന്റെ കോർണറുകളൊക്കെ യൂസ് ചെയ്യാന്, കാർപെറ്റ്, അതേപോലെ തന്നെ കാർ ഉണ്ടല്ലോ കാറിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മളിത് യൂസ് ചെയ്യാം. സീലിങ്ങിലൊക്കെ ആ പൊടി ഇരിക്കണത് നമ്മൾ കാണൂലല്ലോ സീലിങ്ങിന്റെ, അതൊക്കെ നല്ല വടിച്ച് തൂഫാനാക്കി തരും കേട്ടോ. അത് ഞാനിങ്ങനെ ഉറപ്പ് പറയണ എന്താ വെച്ചാല് ഇവിടെ അനിയന്റെ കാർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഒരു ദിവസം കുഞ്ഞുട്ടി അത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പൊടി വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. അന്ന് വീഡിയോ ഷൂട്ടിംഗ് ഇല്ലേനു, അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്ത്
ഒന്നും വെച്ചില്ല. അപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു, അങ്ങനെ ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നല്ലോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ സംഗതി സത്യത്തിൽ ഇത് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുത്താണ്. എന്നാലും ജനലിന്റെ അവിടെ ഇവിടേക്കുള്ള പൊടിയൊക്കെ ഇതേപോലെ പോന്ന് കിട്ടും. പിന്നെ പൊടി അലർജി ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവും, കാരണം പൊടി ഇതിന്റെ ഉള്ളിൽ വലിച്ചെടുക്കുകയാണല്ലോ. അതുകൊണ്ട് വലിയൊരു തുമ്മലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടും മാറാലൊക്കെ ഇത് അതേപോലെ പോരും കേട്ടോ. എനിക്കിത് ഓണാക്കാൻ ഭയങ്കര പേടിയായി കേട്ടോ. ഞാനത് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നതാണ്. കാരണം ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുമ്പോ ആ സൗണ്ട് കേൾക്കുമ്പോ തന്നെ നമ്മൾ പേടിച്ചു. പിന്നെ ഞാൻ ഒന്നിങ്ങനെ യൂസ് ചെയ്ത് വന്നപ്പോ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ക്ലീൻ ചെയ്തു കേട്ടോ. അന്ന് കുഞ്ഞുട്ടിയാണ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ തോത്തി തുടച്ച് ക്ലീൻ ആക്കിയൊക്കെ എടുക്കാം. ഞാനങ്ങനെയൊക്കെ ക്ലീൻ ആക്കി അതിന്റെ മറ്റേ സാധനം മാത്രം, കഴുകാൻ പറ്റുന്ന സാധനം മാത്രം കഴുകി വെച്ച് ബാക്കിയുള്ളവരൊക്കെ തോത്തി തുടച്ച് ഞാൻ വീണ്ടും പെട്ടിയിലാക്കി വെച്ചു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഒരു പാട്ടടിയില്ലേ, ഓനെ പേടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ അട്ടത്ത് കയറ്റിക്കുന്നത് കേട്ടോ. ഓനെ അത്ര ചില്ലറക്കാരനല്ല. 3-ാം വയസ്സിലെ മൂച്ചിപ്പിരാന്തിന്റെ ഇന്നലെ നടത്തിയൊരു മൂച്ചിപ്പിരാന്തിന്റെ ഭാഗമായിട്ടാണ് ഈ നമ്മൾ ജനലിന്റെ ഗ്ലാസ് പൊട്ടിയത് കേട്ടോ. ഭയങ്കര കണ്ടപ്പോ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ടുണ്ടേനി. പിന്നെ പിടിച്ച് തല്ലാൻ പറ്റൂലല്ലോ, തല്ലിയാല് എന്തിനാണ് എന്നെ തല്ലണത് എന്നുള്ളത് ആ ഒരു അന്തവനായിട്ടില്ലല്ലോ. ഓൻ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ചെയ്യൂല ഷോരി എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ എങ്ങനെയാ ഓനെ തല്ലണത്. ഓന് ഒരു കോട്ടി എന്തോ എടുത്തുകാണ്ട് ഓന് ശരിക്കും മോൾക്ക് എറിഞ്ഞ് പിടിച്ചാൻ വേണ്ടി നോക്കിയതാ. നേരെ വിലങ്ങിനെറിഞ്ഞ് ഗ്ലാസ് ഇച്ചിരി ഇങ്ങനെ പൊട്ടി. എന്തായാലും പൊട്ടി തരിപ്പണായിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ സ്ക്രാച്ച് വീണ് ഇങ്ങനെ കിടക്കാൻ. ഓൻ ആ സാധനം പന്തൊക്കെ ഇടുമ്പോലെ മേലേക്ക് എറിഞ്ഞു പിടിച്ചാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ കൽപ്പിച്ചു കൂട്ടിയല്ല, പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ആ ചില്ലിനെ തന്നെ വന്ന് കൊണ്ടു. ഞാനേ ലെവനെ പാത്തിച്ച് ലിവനെ വീണ്ടും എടുത്തുക്കണ കേട്ടോ. ഓനെ നമുക്ക് പറഞ്ഞ് ഇവിടെ അടുത്ത് കൂടെ ഉള്ള ഈ സാധനങ്ങളൊക്കെ തട്ടാനേ പറ്റുള്ളൂ. കുറച്ചു ഉയരങ്ങൾ താണ്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ മാറാലെട്ടിന്നെ വേണം. ഞങ്ങൾ തമ്മിൽ ഷിഫ്റ്റ് ആണ് കേട്ടോ. ആദ്യം ഞാനൊരു ഇത്തിരി നേരം, അത് കഴിഞ്ഞ് ഓൻ വന്ന് വാങ്ങിക്കൊണ്ടുപോകും. ഓൻ കുഴങ്ങി പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് തരും. എനിക്കാണെങ്കിൽ ഈ ഷിഫ്റ്റ് പരിപാടി ഇഷ്ടമേ അല്ല കേട്ടോ. ഇന്ന പണികളൊക്കെ അതിനാലും നേരം വൈകും. പക്ഷെ എന്നാലും സമ്മതിച്ച് കൊടുക്കേണ്ടി വന്ന് അതിന്റെ അടിയിൽ കൂടെ ഒക്കെ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മാറാലട്ടി ഇതുവരെ ഞാൻ പുതിയതൊന്നും വാങ്ങിയിട്ടില്ല, കാരണം ഉപയോഗം നടക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇത് വാങ്ങാൻ മറക്കണതാണ് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിയിട്ട് അതിന്റെ ബാക്കിൽ ഞാനൊരു വടിയാണ് കേട്ടോ കുത്തി വെച്ചിക്കണത്, ടൈറ്റ് ചെയ്ത് വെച്ചിക്കണത്. എന്നിട്ടാണ് ഈ തട്ടണത്. ഈ വടി ഉണ്ടല്ലോ മൾട്ടി പർപ്പസ് ആണേ. മുകളിൽ കോണിക്കൂടിന്റെ അവിടെ തോരടുമ്പോ അതിൽ കുറച്ച് ഉയർത്താ. അപ്പൊ അതുകൊണ്ട് അത് കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണതാണ്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുത്തി ചാടിച്ചാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണ കോലാണ് കേട്ടോ അതെ. അങ്ങനെ തട്ടി തട്ടി മാറാലട്ടി ലാസ്റ്റ് ഓന്റെ സ്വന്തമായി. അങ്ങനെ പിന്നെ കയ്യെത്തിനോടൊക്കെ ഞാൻ ചൂല് വെച്ചിട്ട് മാറാല തട്ടി. അവിടെ കൊരച്ചായി. അങ്ങനെയൊക്കെ ആയാലും ലാസ്റ്റ് ഞാൻ എന്റെ മൾട്ടിപർപ്പസ് വടി ഇങ്ങനെ വാങ്ങിച്ചിട്ടോ. ചിലപ്പോ ആ വടി ഒടിക്കലാവും അടുത്ത പരിപാടി. ഏത് സമയത്താ ഏത് വിധേന ഏത് വൈക്കാ പണി വരാന്നുള്ളതൊന്നും ഒന്നും പറയാൻ പറ്റൂല. ഒക്കെ 3 വയസ്സാകാൻ പോണിന്റെ മൂച്ചിപ്പിരാന്തുകളായിരിക്കാം. പക്ഷെ എപ്പോഴും ഞങ്ങൾ അങ്ങനെ പിരാന്തൊന്നും കാട്ടിലില്ല കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ഞങ്ങള് സർവോപരി സഹായ മനസ്കനെ കേൾക്കാരം. അതിന്റെ ഇടക്ക് ഇതിലെ ഇങ്ങനെ പഴുത്ത കായം കൊണ്ട് വണ്ടി വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഞങ്ങള് കുറച്ച് പഴം വാങ്ങിച്ചിട്ടുണ്ടേനു. അത് ഒക്കെ ഇത് ഈ പാത്രത്തിലൊക്കെ അടുക്കി റെഡിയാക്കി വെക്കണ ആളാണ് കേട്ടോ. എന്നൊക്കെ എടുത്തൊക്കെ കുഞ്ഞുമാത്തക്കോ പഴം കൊണ്ടുവന്നപ്പോളേ മേലത്തെ താത്ത എനിക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേനി. അതാണ് പറഞ്ഞത് ആ കേസിലുള്ളത് ഇനി കുഞ്ഞുമാത്താക്ക് കൊടുത്തളീന്ന്. ഒരുവിധം അല്ലറ ചില്ലറ ക്ലീനിങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഈ മുകളിൽ വെച്ച ചെടിച്ചട്ടിയിൽ മണി പ്ലാന്റ് വെച്ചിരിക്കേനി കേട്ടോ. ഞാൻ ഈ സിറ്റ് ഔട്ടിന്റെ അവിടെ 6 ഹോൾ ഉണ്ടല്ലോ, അതിൽ മുകളിൽ 2 സൈഡിലുള്ള മുകളിലുള്ള ഹോളിൽ ഞാൻ മണി പ്ലാന്റ് ആണ് വെച്ചിന് കേട്ടോ. പക്ഷെ ഒരു ഹോളിലെ മണി പ്ലാന്റ് നല്ല രീതിക്ക് പടർന്ന് പിടിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഈ മണി പ്ലാന്റ് എങ്ങനെ വെച്ചാലും ഇതങ്ങോട്ട് സെറ്റ് ആവണില്ല. എനിക്ക് തോന്നുന്നുണ്ട് വെയിൽ ഇത് ഈ ഒരു ചെടിച്ചട്ടിക്ക് അധികം കൊള്ളുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. തൽക്കാലികം ഞാൻ ആ മണി പ്ലാന്റ് മാറ്റിയിട്ട് ഞാൻ ഈ ഫിലോഡെൻഡ്രോൺ ഉണ്ടല്ലോ
ഓനെ വെച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. ഞാൻ മുകളിൽ 2 സൈഡിലെ ഹോളിലും മണി പ്ലാന്റ്, എൻ്റെ തൊട്ട് താഴെ സ്നേക്ക് പ്ലാന്റ്, അതിൻ്റെ താഴെ സ്പൈഡർ പ്ലാന്റ്, അങ്ങനെ ഇനി വെച്ചിനത് കേട്ടോ. പക്ഷേ ഈ മണി പ്ലാന്റ് മാത്രം എന്തോ ഇതിലങ്ങോട്ട് പിടിച്ച് കിട്ടണില്ല. അതിൽ ഞാൻ ഈ പ്ലാന്റ് വെച്ച് നോക്കിക്കണേ. ഇനിയത് പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഈ ഒരു ഹോള് മാത്രം ഇങ്ങനെ ചെടിയൊന്നും കാണാതെ അങ്ങനെ കിടക്കേനി കേട്ടോ. അപ്പം ഞാൻ ആ ചെടിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. ചില സമയത്ത് ചെടികളൊക്കെ പരിപാലിക്കാനുള്ള ഒരു സന്മനസ്സേക്കാരം. ചില സമയത്ത് തീരെ ഐറ്റങ്ങളെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തന്നെ സമയമില്ലാത്ത ഓരോരോ പരിപാടികളേക്കാരം. ഇന്നെന്തായാലും ക്ലീനിങ് അല്ലേ, അപ്പോൾ ഒരുവിധം ക്ലീനിങ് ഒക്കെ ചെയ്തപ്പോൾ ആ ചെടിച്ചട്ടി ഒന്ന് ശരിയാക്കി വെക്കാന്ന് വിചാരിച്ച് പിന്നെ ഞാനിതാ ഉച്ച കഴിഞ്ഞ് എൻ്റെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് നമ്മൾ ഉപ്പിൻ്റെ പാത്രമൊക്കെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. ഗിവ് അവേനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നും ഇപ്പം ഞാൻ പറയണമെന്നില്ലല്ലോ. ഇനി ആകെ 2 വീഡിയോയും കൂടി ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മളെ ഗിവ് അവേൻ്റെ 4ാമത്തെ വീഡിയോ. അപ്പോൾ റൂൾസൊക്കെ പാലിച്ച് കമൻ്റൊക്കെ എഴുതുക. പിന്നെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുക്കളയിൽ ഞാൻ വല്ലാണ്ട് ക്ലീനിങ് ഒന്നും നടത്തിയിട്ടില്ല. ഇൻഷാ അള്ളാ അടുക്കളയിൽ ചെറുതായിട്ടൊരു മേക്ക് ഓവർ നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ അത് ജസ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ തീരുമാനിച്ച് വരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.